ഹലോ ഗൈസ്, കഴിഞ്ഞ ദിവസത്തെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കണ്ടൻറ് ഐഡിയാസൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ പറഞ്ഞപ്പോൾ വന്നൊരു കണ്ടൻറ്റായിരുന്നു ക്രാഫ്റ്റ്. അപ്പോൾ ഇന്ന് വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിന് വളരെ കുറച്ച് സാധനം മതി. ഒരു എംബ്രോയ്ഡറി ഹൂപ്പ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഞാൻ എടുക്കുക. ഞാൻ ക്രോഷിയാണ് എടുത്തേക്കുന്നത്. എംബ്രോയ്ഡറി ത്രെഡും എന്ത് വേണമെങ്കിലും എടുക്കാം. പിന്നെ കുറച്ച് പേപ്പർ ഫ്ലവേഴ്സ്, ഗം, സിസേഴ്സ്, ഇത്ര സാധനങ്ങൾ മാത്രം മതി. സോ ആദ്യം തന്നെ നിങ്ങളുടെ എംബ്രോയ്ഡറി ഹൂപ്പിൻ്റെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത്ര ത്രെഡ് കട്ട് ചെയ്തെടുക്കുക. വേണ്ടത്ര ലെങ്ത്തിൽ ഞാനൊരു ഇത്രയും ലെങ്ത്താണ് കട്ട് ചെയ്തത്. അതിന് ശേഷം നിങ്ങൾ ഈ ഹൂപ്പിൻ്റെ ഇന്നർ ലെയറിൽ ഇത് ഒട്ടിച്ചെടുക്കുക. അതായത് അകത്ത് ഏറ്റവും ഫസ്റ്റ് ലെയർ ഒട്ടിച്ചു കൊടുക്കുക. പുറത്തൊട്ടിക്കാണ്ട് നമ്മൾ ഉള്ളിൽ നിന്ന് വീഴുന്ന പോലത്തെ ഒരു എഫക്റ്റാണ് ഉദ്ദേശിച്ചത്. ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക, ഉള്ളിൽ നിന്ന് താഴത്തോട്ട് പോകണ പോലെ. അതിന് ഞാൻ 7 ത്രെഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിന് അത്ര ഉണ്ടാക്കാം. ഞാൻ എൻ്റെ ഫ്ലവേഴ്സിനനുസരിച്ചുള്ള ത്രെഡാണ് ഞാൻ ഒട്ടിച്ചത്. അതിന് ശേഷം നമ്മൾ ഫ്ലവർ കളർ ചെയ്യാനാണ് പോകുന്നത്. ഞാൻ ഫ്ലവർ സാധാ പോലെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം അതിൻ്റെ ബോർഡറിൽ ബ്ലാക്ക് അടിച്ചിട്ട് ഇങ്ങനെ മുട്ടുഭാഗത്ത് മഞ്ഞ കൊടുക്കുക. അതാണ് ഞാൻ ഇവിടെ ചെയ്തത്. പിന്നെ അങ്ങനെ ഏകദേശം ഞാനൊരു 20 പൂക്കൾ ഉണ്ടാക്കി. അതിന് ശേഷം ഞാൻ ഓൾട്ടർനേറ്റ് ഓർഡറിൽ ഈ ഫ്ലവേഴ്സ് ഈ ഹൂപ്പിലിങ്ങനെ തൂക്കിയിട്ടേക്കുന്ന ത്രെഡിൽ ഓൾട്ടർനേറ്റ് ഓർഡറിലാണ് ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ ഒട്ടിക്കാം. ഒന്നെങ്കിൽ ഒരേ ഓർഡറിൽ ഒട്ടിക്കാം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഓർഡറിൽ ഒട്ടിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ ഒട്ടിക്കാം കേട്ടോ. അങ്ങനെ ഒട്ടിച്ച് നമ്മൾ എൻഡ് വരെ ഒട്ടിക്കുക. സോ ഇതാണ് ഫൈനൽ റിസൾട്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ചെയ്ത ക്രാഫ്റ്റുകൾ മിക്കതും കുളമാവാറാണ് പതിവ്. പക്ഷേ ഇതെന്തോ സക്സസ് ആയി. സോ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ.